ശ്രീ രാഹുൽ ഈശ്വർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, തല്ലണ്ടമ്മാവ ഞങ്ങൾ നന്നാവില്ല എന്ന് പറയുന്ന ഒരു ചൊല്ലുപോലെയാണോ അമ്മയിലെ കാര്യങ്ങൾ? ഒരു നന്നാവാനുള്ള നല്ല ചാൻസ് ആയിരുന്നു, പക്ഷേ അതിനു വേണ്ടി എന്ന് പറഞ്ഞെടുത്ത നടപടികൾ പോലും പുകമറയാണ് എന്ന് വ്യക്തമാവുകയാണോ ഈ 9 മാസം കൊണ്ട്? ഇന്ത്യയിലെ തന്നെ വ്യത്യസ്ത ഭാഷകളിലെ മൂവി ഇൻഡസ്ട്രീസിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന സംഘടന ഒരുപക്ഷെ അമ്മയായിരിക്കും. 110ഓളം ആൾക്കാർക്ക് മാസം 5000 രൂപ വീതം കൈനീട്ടം, അതായത് 5,50,000 രൂപ എല്ലാ മാസവും കൈനീട്ടം കൊടുക്കുകയാണ്. പ്രസംഗിക്കുകയല്ല, വിമർശിക്കുകയല്ല, ഇവരുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്താൻ അമ്മ അങ്ങനെ സാമ്പത്തിക സഹായമടക്കം കൊടുക്കുന്നത് അമ്മയുടെ നന്മയാണ്. നമുക്ക് സമാനമായി മറ്റു പല ഇൻഡസ്ട്രീസും നമുക്ക് കാണാം. ഉദാഹരണം തെലുങ്കിലും മാ ഉണ്ട്, തമിഴ്നാട്ടിൽ നടികർ സംഘമുണ്ട്, ഹിന്ദിയിൽ ആക്റ്റീവ് അല്ലെങ്കിലും സിൻഡ പോലുള്ള കാര്യങ്ങളുണ്ട്. 2020 പോലുള്ള ഒരു സിനിമ എടുക്കാൻ വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ നാടിൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ മികച്ച അച്ചീവ്മെൻറ്റ്സിൽ ഒന്നല്ലേ ദിലീപേട്ടൻ ഇനീഷ്യേറ്റീവ് നടത്തിയ അമ്മ 2020 പോലൊരു ഇനീഷ്യേറ്റീവ്. നമ്മുടെ സൂപ്പർ സ്റ്റാർസ് എല്ലാം ഒരുമിച്ച് വന്നു, വലിയൊരു ഫണ്ട് റൈസറായി. അമ്മ എത്രയധികം ചാരിറ്റി പ്രവർത്തികൾ, ഫ്ലഡ് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തു. അമ്മയുടെ നല്ല വശങ്ങളെ ഒക്കെ കാണാതെ മനുഷ്യർ ഒരുമിച്ച് കൂടുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന സ്വാഭാവികമല്ലേ? അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായി കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും BJP-യിലും അടക്കം എല്ലാത്തിലും ഗ്രൂപ്പുകളും വ്യത്യസ്ത സംഘടനയെ ഗ്രൂപ്പില്ലേ തമാശയ്ക്ക് നമ്മൾ പറയാറുണ്ട്, 3 മലയാളി ഉണ്ടെങ്കിൽ 4 അഭിപ്രായം ഉണ്ടാകാറുണ്ടെന്ന്. അപ്പോൾ ആ രീതിയിൽ അവരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യണം, സംശയമൊന്നുമില്ല. ആ സോൾവ് ചെയ്ത് നന്നായി പോകുന്ന ഒരു ആസ്പെക്റ്റിന് പകരം എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ആക്ടിവിറ്റീസ് ആണോ നമ്മൾ ചെയ്യേണ്ടത്? രാഹുൽ ഈശ്വർ, നമ്മൾ ആരാണ്? ഞാൻ രാഹുൽ അമ്മയിലെ ഔദ്യോഗികമായ ഈ ഭാരവാഹികളായ ആരെങ്കിലും ഔദ്യോഗികമായി പ്രതികരിക്കാൻ ഉണ്ടാകുമോ എന്ന് തിരക്കി. അവരാരും ചർച്ചയിൽ പങ്കെടുക്കാൻ തയ്യാറല്ല. അപ്പോൾ അമ്മയെ അനുകൂലിക്കുന്ന, ആ താരസംഘടനയെ അനുകൂലിക്കുന്ന വ്യക്തി എന്ന നിലയിലാണ് താങ്കൾ ഈ പാനലിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അത് ഏട്ടനെ ഉൾപ്പെടെ വെളുപ്പിക്കാനുള്ള ഒരു അവസരമാക്കി താങ്കൾ ദയവായി കാണരുത്. അതല്ല നമ്മുടെ ഈ ചർച്ചയുടെ ഉദ്ദേശം. അമ്മയെ അംഗീകരിക്കുന്നവരാണ്. അതെ അതെ, അമ്മയുടെ അടക്കമുള്ള പരിപാടികളിൽ ആൾക്കാർ ഓടിക്കൂടുന്നതാണ്. അമ്മയടക്കം അമ്മയുടെ ഉള്ളിൽ വലിയ ഐക്യമുണ്ട്. ഒരുപക്ഷെ ഒറ്റയും തെറ്റിയും പിരിഞ്ഞ ആൾക്കാർ കാണും. മാധ്യമങ്ങളുടെ അടക്കം സമ്മർദ്ദം കൊണ്ടാണ് മുമ്പത്തെ ഭരണസമിതി രാജിവെച്ച് പോകേണ്ടി വന്നെന്ന് മറക്കരുത്. ശ്രീ സിദ്ദിഖിനെതിരെ വ്യാജ പരാതി, കള്ളപ്പരാതി ഉന്നയിച്ച് ഒരാൾ വന്നപ്പോൾ അതിന്റെ പേരിൽ ശ്രീ സിദ്ദിഖ് പുറത്തു പോവുകയും വീണ്ടും സമ്മർദ്ദം വരികയും സാക്ഷാൽ മോഹൻലാൽ, ലാലേട്ടൻ വന്ന് ഏറ്റവും താഴ്മയുടെ സ്വരത്തിൽ താങ്കൾ അടക്കമുള്ള മാധ്യമപ്രവർത്തകരോട് ഞങ്ങൾ എങ്ങനെ അന്യരായി, ഇന്നലെ വരെ നമ്മൾ ഒന്നായിരുന്നില്ലേ എന്ന് പറയേണ്ട അവസ്ഥ കൂടി ഉണ്ടായി. ഇനി ഈ വിഷയത്തെക്കുറിച്ച് ഒരു കാര്യം, ഞാൻ അമ്മയുമായി ബന്ധപ്പെട്ട് ആൾക്കാരുടെ പേര് പറയുന്നില്ല, ഈ വിഷയത്തിൽ തന്നെ പരാമർശിക്കപ്പെടുന്ന ആൾക്കാരോട് സംസാരിക്കുകയുണ്ടായി. ശ്രീ ടിനി ടോമിനെ പോലെ വ്യക്തി കേരളീയ സമൂഹത്തിലും കലാരംഗത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി വർഗീയവാദിയാണെന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എനിക്ക് തോന്നുന്നു ശ്രീ ജോയ് മാത്യു ഒരുപക്ഷെ ഭൂരിപക്ഷം മലയാളികൾക്ക് വേണ്ടി പറഞ്ഞ അഭിപ്രായവും നിലപാടുമാണ് കറക്റ്റ്. ടിനി ടോമിനെ പോലൊരാൾ വർഗീയവാദിയാണ്, ഏതെങ്കിലും രീതിയിൽ വേറെ ആരെക്കുറിച്ചെങ്കിലും മോശം പറയുമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആൾ ചിന്തിക്കൂ? ടിനി ടോം തന്നെ മനോഹരമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്കയും ശ്രീ നാദിർഷയും അടക്കമുള്ള ഒരുപാട് പേർ സപ്പോർട്ട് ചെയ്യുന്ന തന്നെ മുസ്ലിം വിരോധിയായി ചിത്രീകരിക്കാനൊക്കെ ആരെങ്കിലും ശ്രമിച്ചാൽ എന്തെങ്കിലും ഗുണം ഉണ്ടാകൂ? അപ്പോൾ ഇതിന് പിന്നിൽ ചില ആരുടെയും പേര് പറയുന്നില്ല, നിക്ഷിപ്ത താല്പര്യക്കാരുണ്ടെന്നും അവരിതിൽ പ്ലേ ചെയ്യുകയാണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം പറയാൻ കഴിയുമോ? എനിക്കിപ്പോൾ വേണമെങ്കിൽ ഞാൻ വ്യക്തിപരമായിട്ട് ശ്രീമതി രേണുവയ്ക്ക് അയച്ചു തരാം. ഇതിന്റെ പ്ലാനിങ്ങിനടക്കമുള്ള ഓഡിയോ ക്ലിപ്പുകൾ എന്റെ ലഭിച്ചിട്ടുണ്ട്. ചില മാധ്യമങ്ങൾക്ക് നീ ഒരുപക്ഷെ ലഭിക്കുമായിരിക്കും. എങ്ങനെ ഇരയായി അഭിനയിക്കണം, എങ്ങനെ ഇരയായി മാറണം, ഇരയായി നിന്ന് ഒരു സ്ത്രീ ഇരയായി നിന്ന് മുമ്പോട്ട് വന്നാൽ മാത്രമേ ആൾക്കാരുടെ സിമ്പതിയും സപ്പോർട്ടും ഉണ്ടാകൂ എന്നൊക്കെ ഒരു നടി മറ്റൊരു നടിയോട് പറയുന്ന ക്ലിപ്പുകൾ അടക്കം ഇന്ന് അവൈലബിൾ ആണ്. അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അത് പരിഹരിച്ച് തീർക്കണം. പക്ഷേ ആ പരിഹരിക്കേണ്ടത് ടിനി ടോമിനെ പോലൊരു കലാകാരനെ വർഗീയവാദമാക്കിയിട്ടല്ല, അല്ലെങ്കിൽ ആ വ്യക്തിയെ കരിവാരത്തിച്ചിട്ടില്ല. എന്തായാലും ഒരു കാര്യത്തിൽ അൻസിബയോട് വളരെ ബഹുമാനമുണ്ട്. സ്ഥിരം ഉപയോഗിക്കുന്ന നമ്പറായ, പലപ്പോഴും ഈ തീവ്ര ഫെമിനിസ്റ്റുകളുടെ സ്ഥിരം നമ്പറായ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചില്ല എന്നുള്ളത് വളരെ സ്വാഗതാർഹമാണ്. വളരെ മോശമായാണ് രാഹുൽ ഈ പറയുന്നതിന്റെ ഒക്കെ ഉത്തരവാദിത്വം രാഹുലിന് മാത്രമായിരിക്കും. ഇരകളെ അല്ലെങ്കിൽ അതിജീവിതമാരെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ താങ്കൾ ജയിലിൽ കിടന്നതാണ്. താങ്കൾ കോടതിയെ വെല്ലുവിളിച്ച് എത്ര ദിവസം കിടന്നതറിയാം. ഞാൻ അതിൽ ഇടപെടുന്നില്ല രാഹുൽ, നമ്മുടെ ചർച്ച അലമ്പാക്കണ്ട. ഞാൻ പറഞ്ഞത് അത് രാഹുലിന്റെ മാത്രം ഉത്തരവാദിത്വമായിരിക്കും. എനിക്കോ ഈ പാനലിൽ കേട്ടിരിക്കുന്നവർക്കോ ഉത്തരവാദിത്വം ഉണ്ടാകില്ല. കാര്യം ഞാനൊരു ആംചെയർഡ് ഫിലോസഫർ അല്ല.
ചാനൽ മുറികളിലെ AC മുറികളിൽ ഇരുന്ന് ക്രിട്ടിക് പറയുന്ന ആളല്ല. ഇത്തരം കാര്യങ്ങളിൽ ഫൈറ്റ് ചെയ്യുകയും ഇനി മെൻസ് കമ്മീഷൻ അടക്കം വരുമ്പോഴും നമ്മൾ ഇത് തന്നെ കാണണം. പിന്നെ രേണുകാജിക്ക് ഓർക്കണമെങ്കിൽ ഒരു കാര്യം ഓർത്താൽ മതി, നമ്മൾ തമ്മിലുള്ള ഡിബേറ്റിൽ ശ്രീ ദിലീപിന്റെ കേസ് ഓർമ്മ കാണും. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ ഞാൻ പറഞ്ഞു, രാഹുൽ ഈ പാനലിൽ ഉൾപ്പെട്ട സാഹചര്യം ഞാൻ പറഞ്ഞു. അത് ഏട്ടനെ വെളുപ്പിക്കാനോ മറ്റാരെങ്കിലും വെളുപ്പിക്കാനോ ഇരകളെ അധിക്ഷേപിക്കാനോ ഉള്ള അവസരമാക്കി ദയവായി താങ്കൾ കാണരുത്. അത് ദയവായി താങ്കൾ കാണരുത്. അങ്ങനെ ഒരു അവസരമാക്കി ദയവായി താങ്കൾ കാണരുത്. ഇവിടെ ഇപ്പോ അൻസിബ ഉൾപ്പെടെ രാഹുൽ അൻസിബ ഒരു അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്നതാണല്ലോ. താരസംഘടനയായ അമ്മയിൽ അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്ന വ്യക്തിക്ക് അവിടെ പ്രവർത്തിക്കാനാവുന്നില്ല. അവർക്ക് രാജിവെച്ച് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവർ അത് പരസ്യമായി തന്നെ പറയുന്നു. അപ്പോൾ അവർ പറഞ്ഞതെല്ലാം പിന്നിൽ നിന്ന് ആരോ പ്രവർത്തിക്കുന്നത് കൊണ്ടുണ്ടായിട്ടുള്ളതാണ്, അവരെ ആരോ ഇറക്കി വിട്ടതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ അധിക്ഷേപിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് സത്യം എന്താണ് നടന്നതെന്ന് താങ്കൾക്കറിയില്ലല്ലോ. രേണുകാജി ഇതൊന്ന് കേൾക്കണം. രേണുകാജി അടക്കമുള്ള മലയാള മാധ്യമങ്ങൾക്ക് ശ്രീ ദിലീപിന്റെ പേര് കേൾക്കുമ്പോൾ പൊള്ളുവെന്നറിയാം. മാസങ്ങളോളം വ്യാജ പ്രചരണങ്ങളുടെ ക്യാമ്പയിൻ നടത്തിയിട്ടും ആ മനുഷ്യനും കാവ്യയും കുടുംബവും ജയിച്ചത് ഈ നാട്ടിൽ നീതിയും ന്യായവും നിയമവും കോടതികളും ഉള്ളതുകൊണ്ടാണ്. നമ്മളിവിടെ പറയുന്ന കാര്യമില്ലല്ലോ ശ്രീ രാഹുൽ ഈശ്വർ. ഞാൻ അതിൽ മറ്റൊരു തർക്കത്തിനില്ല. ഞാൻ അതിൽ വേറെ മറ്റു തർക്കങ്ങൾക്കില്ല. മേൽക്കോടതികളുടെ നിയമ പോരാട്ടങ്ങൾ ഇനിയും തുടരുന്ന ഒരു വിഷയത്തിൽ ഞാൻ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഇന്നതല്ല നമ്മുടെ ചർച്ച. ഇത് നമ്മളുടെ ചർച്ച ഇന്നതല്ല. ഇവിടെ അത് പരാമർശിക്കേണ്ട പോലും കാര്യമില്ലായിരുന്നു. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം രാഹുൽ. ഇതും കൂടെ കേട്ടിട്ട് പോകൂ. അമ്മ എന്നാണ് ആ സംഘടനയുടെ പേര്, AMMA എന്നല്ല. AMMA എന്നുള്ള ഷോർട്ട് ഫോം ഉണ്ടാക്കിയത് പിന്നീടാണ്. രാഹുൽ ഈ സമയത്ത് തന്നെ അത് പറയണോ? ഈ തമ്മിൽ തന്നെ കാണുമ്പോ ഒന്നും കൂടി അമ്മയെന്ന് വിളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മാധ്യമങ്ങളിൽ ചിലരെങ്കിലും അമ്മാന്ന് വിളിക്കാത്തതും രേണുകാജി അമ്മാന്ന് വിളിക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞതാണ് ഈ സമയത്ത് തന്നെ അമ്മാന്ന് വിളിക്കാൻ പറയണം. കാരണം ഒരു വീട്ടിലും ഇല്ലാത്ത രീതിയിലുള്ള തല്ല് നടക്കുകയാണല്ലോ. എല്ലാ വീട്ടിലും പ്രശ്നമൊക്കെ ഉണ്ടാവും. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീമതി രഞ്ജിനി, ഇവിടെ നോക്കൂ, പല തട്ടിൽ ആളുകൾ നിൽക്കുന്നുണ്ട്. അവരുടെ ലക്ഷ്യം എന്താണ് എന്ന് അതിൽ അംഗങ്ങളായിട്ടുള്ളവർക്കോ പുറത്തു നിൽക്കുന്നവർക്കോ പോലും വ്യക്തമല്ല. സ്ത്രീകൾക്ക് ഇതൊരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു നറേറ്റീവിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള നീക്കമാണോ ഇപ്പോൾ നടക്കുന്നത്? ആയിരിക്കാം. ബിക്കോസ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, അവിടെ എല്ലാ പാനലിസ്റ്റ് പറഞ്ഞ പോലെ, ഒരു ലേഡി ഒരു വലിയ പൊസിഷനിൽ വരുമ്പോൾ, പ്രസിഡന്റിനായിട്ട് വരുമ്പോൾ ചിലർക്ക് അതിൽ യുനോ എന്താ പറയാ, ഒരു ഈഗോ അവിടെ തന്നെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ആൻഡ് ദേ വാണ്ട് ടു പ്രൊജക്ട് ലേഡി വന്നൊക്കെ ഇത് ശരിയായിട്ട് ചെയ്യാൻ അറിയില്ല അങ്ങനെ. അപ്പോൾ ഇത് വേറെ ഇലക്ഷനൊക്കെ പോവും. ഇങ്ങനത്തെ മെസ്സപ്പ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.